ആകയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മനസാക്ഷിയെ ഇന്നും കളങ്കപ്പെടുന്ന നമ്മുടെ പഴയകാല നമ്മൾ ചെയ്ത ഓരോ പാപ സ്വഭാവങ്ങളും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭയങ്കരമായിരിക്കുന്ന ആ ദുർസ്വപ്നങ്ങൾക്ക് ഉറവിടമായിരിക്കുന്ന നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുവാന് ഒരുവൻ നമുക്ക് വേണം. യേശുക്രിസ്തുവിന്റെ രക്തം അതിന് ശക്തമാണ് പ്രിയപ്പെട്ടവരെ. ആ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് നമ്മുടെ മനസാക്ഷിക്ക് സമാധാനം നൽകി തരുവാൻ കഴിയത്തുള്ളൂ. ആകയാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് മരിക്കുകയും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവന് അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഒരു നാളും ഇനിയും ഇല്ലാതെയായിട്ട് തീരുന്നില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതുകൊണ്ട് ഇനി മരണത്തിന് അവനെ പിടിച്ചു വെക്കുക സാധ്യവുമല്ല. അവൻ എന്നേക്കും ജീവിക്കുന്ന സത്യദൈവമാകുന്നു. അവന്റെ നാമം വിളിച്ചപേഴ്ത്തി രക്ഷിക്കപ്പെട്ടുകൊള്ളുവിന് സകല ജാതികളോടും ദൈവത്തിന്റെ ആത്മാവിൽ കൽപ്പിക്കുന്നു. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെട്ടുകൊള്ളുവിന് ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത, രാഹുകാലത്ത് നിന്ന് പോലും രക്ഷിപ്പാൻ കഴിയാത്ത, ഇന്ന് വരെ നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമോ പാപ സ്വഭാവത്തിന് രക്ഷ നൽകി തരുവാനോ നിങ്ങളുടെ കുടുംബ തകർച്ചകൾക്ക് ആശ്വാസം നൽകി തരുവാനോ കഴിയാത്ത, പൈശാചിക ഭയത്തിൽ നിങ്ങളെ വീണ്ടെടുപ്പാൻ കഴിയാത്ത, ക്രിസ്തീയ മതം ഉൾപ്പെടെയുള്ള പൈശാചികമായിരിക്കുന്ന എല്ലാ മതഭക്തികളെയും വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന് ഈ ആകാശത്തിന്റെ ഭൂമിയുടെ നാഥനായിരിക്കുന്ന ക്രിസ്തു മരിച്ചുവെങ്കിലും അവൻ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല് മാനസാന്തരപ്പെട്ട് അവങ്കിലേക്ക് തിരിഞ്ഞ് അവന്റെ രക്ഷ കരസ്ഥമാക്കിക്കൊള്ളുവിന്. കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവമില്ലാതെ ഭൂമിയിൽ അലയുന്നവന് എന്നെ സഹായിക്കണമേ. നീ എന്റെ രക്ഷകനല്ലയോ, നീ എന്റെ ദൈവമല്ലയോ എന്ന് അവനോട് പറഞ്ഞ് അവനോട് എന്നെ രക്ഷിക്കുവാൻ നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ അവൻ നിന്നെ സമ്പൂർണ്ണമായിട്ടും രക്ഷിപ്പാൻ ശക്തിയുള്ള ദൈവമാകുന്നു.